ഹായ് ഫ്രണ്ട്സ്, യാസിങ്ങളിലേക്ക് സ്വാഗതം. ഞാനിന്ന് കാണിക്കുന്നത് മണിമുല്ല പൂത്തതൊക്കെയാണ്. ഇത് മൊട്ട് വന്നിരിക്കുന്ന മണിമുല്ല പ്ലാന്റിൽ നല്ല ഭംഗിയുള്ള മുട്ട തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. ഇത് സാധാരണ 8 ഇഞ്ച് പോട്ടിലാണ് ഞാൻ നട്ടു കൊടുത്തിരിക്കുന്നത്. മണിമുല്ല ചെറിയൊരു തയ്യാണ് നട്ടു കൊടുത്തത്. ഇപ്പോൾ 1.5 കൊല്ലമായിട്ടുള്ളൂ നട്ടിട്ട്. ഫസ്റ്റത്തെ കൊല്ലത്തിൽ ചെറിയ 2 പൂക്കളേ ഉണ്ടായുള്ളൂ. 2 കൊലയിലായിട്ട് ഇങ്ങനെ പൂക്കളേ ഉണ്ടായുള്ളൂ. ഇപ്രാവശ്യം കുറേ ഉണ്ടായിട്ടുണ്ട്. ഇത് സാധാരണ 8 ഇഞ്ച് പോട്ടിൽ മണ്ണും മണലും ചാണകപ്പൊടി പിന്നെ കുറച്ച് കരിയിലകളൊക്കെ പാടെ കൂട്ടിയിട്ടാണ് നട്ടു കൊടുത്തത്. പിന്നെ നമ്മൾ സാധാരണ വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കാറുള്ളൂ. ഇപ്രാവശ്യം ഒരു വളം അതിന് കൊടുത്തിട്ടില്ല. അതേ പോട്ടാണ്. ആ മണ്ണ് തന്നെയാണ്. ഇതിൽ അധികം വളമൊന്നും കൊടുത്തിട്ടില്ല. വളം കൊടുക്കാണ്ട് തന്നെ ഇത് വേഗം പൂവിടുന്ന ഒരു ടൈപ്പാണ്. ഒരുപാട് വളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതിന്. ഇത് നമുക്ക് വേണമെങ്കിൽ വെട്ടിയിട്ട് ചെറുതാക്കി നിർത്തിയിട്ട് അങ്ങനെ വളർത്താൻ പറ്റും. ഇതിപ്പോൾ 8 ഇഞ്ച് പോട്ടിൽ കണ്ടില്ലേ, ഇത്രയും അത്യാവശ്യം നന്നായിട്ട് ഫ്ലവർ വന്നിട്ടുണ്ട്. നമ്മളിനി മരം പോലെ മരത്തിലേക്ക് കയറ്റി വിടുക എന്തെങ്കിലും ഇങ്ങനെ ചെയ്യാച്ചാൽ ഒരുപാട് പൂക്കൾ കിട്ടും. നമുക്ക് അതിനൊന്നും സ്ഥലമില്ലെങ്കിൽ ഇതുപോലെ ചെറിയ പോട്ടിൽ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് തലപ്പ് ഒന്ന് ഡ്രിം ചെയ്യുക, ഒന്ന് പ്രൂണിങ് ചെയ്യുക. അതായത് ഒന്ന് ചെറുതായിട്ടൊക്കെ വെട്ടി കൊടുത്തിട്ട് നമുക്ക് നിർത്താം. അപ്പോൾ ഇങ്ങനെ ഇതുപോലെ പൂക്കൾ കിട്ടും. അത്യാവശ്യം നമുക്ക് വേണ്ട പൂക്കളൊക്കെ കിട്ടും. ഇതിൻ്റെ മൊട്ട് വിരിയുമ്പോഴാണ് നല്ല മണം, നല്ല സുഗന്ധമാണ് ഇതിന്. ഇത് ഞാൻ വെച്ചു കൊടുത്തിരിക്കുന്നത് നല്ല വെയിലത്താണ്. നല്ല വെയിലുണ്ട് അവിടെ വെച്ചത്. ഇത് ഉണ്ടാവുക നവംബർ ഡിസംബർ ആ സമയങ്ങളിലാണ് ഇത് ഉണ്ടാവുക. അതിന് ക്രിസ്മസ് ക്രീപ്പർ എന്നും ഇതിനൊക്കെ പേരുണ്ട്. ക്രിസ്മസ് ടൈമിലൊക്കെ ആയിട്ടായിട്ട് നന്നായിട്ട് ഫ്ലവർ വരും. ഇതിപ്പോൾ ഒരു വളം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. നന്നായി വളം കൊടുക്കാൻ ഇതിനെക്കാട്ടിലും ഫ്ലവർ ഉണ്ടായിരുന്നു. വളം കൊടുക്കുന്ന ടൈം നമ്മളിപ്പോൾ ഒരു ഒക്ടോബർ സമയത്തൊക്കെ നന്നായി വളം കൊടുക്കുകയാണെന്ന് വെച്ചാൽ ഡിസംബറിലൊക്കെ ആകുമ്പോഴേക്ക് നന്നായി ഫ്ലവർ കിട്ടും. എനിക്ക് ആ സമയത്തൊക്കെ പനിയൊക്കെ ആയത് കാരണം ഒന്നും ഇതിൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിന് മണ്ണ് പോലും ഇളക്കി കൊടുത്തിട്ടില്ല. അപ്പോൾ ഇനി ഇതിൽ മൊട്ടും പൂവൊന്നും ഇട്ടില്ല എന്നാണ് ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം. അപ്പോൾ നമ്മൾ വെട്ടിയിട്ട് റൂട്ട് ആക്കാൻ വെക്കാൻ വിചാരിച്ചു. അപ്പോഴേക്കാണ് നിറയെ മൊട്ട് വന്നത്. അപ്പോൾ നമ്മൾ ദിവസം രാവിലെ തൊട്ട് വെള്ളം ഒഴിക്കൽ മാത്രമേ ഇതിലുണ്ടായിരുന്നുള്ളൂ. ഒരു വളം കൊടുക്കാണ്ട് തന്നെ നിറച്ച് മൊട്ടുകൾ ഈ ഡിസംബർ ഈ സമയത്ത് മൊട്ടയെ വന്നിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് അങ്ങോട്ട് മൊട്ട് വരലും പിന്നെ അത് പൂവ് പിടിച്ചു. നന്നായിട്ട് ഫ്ലവർ വന്നു. നല്ല മണമുണ്ട് ഇതിന്. ഒരു കോയമ്പത്തൂർ മൂലിൻ്റെ ഒക്കെ ഒരു തരം പ്രത്യേക മണമാണ് ഇതിന്. ഇതിൻ്റെ മണ്ണ് നല്ല നീർവാഴ്ചയുള്ള മണ്ണിലാണ് നമ്മൾ നട്ടു കൊടുക്കേണ്ടത്. അതായത് കുറച്ച് മണലൊക്കെ കൂട്ടിയിട്ട് നട്ടു കൊടുക്കുക. ഒരുപാട് കട്ട പിടിച്ച് നിൽക്കാതെ നടുക. പിന്നെ നമ്മൾ സാധാരണ നിലത്ത് നടുക വെച്ചാൽ നന്നായി ഫ്ലവർ കിട്ടും. നിലത്താകുമ്പോൾ അതിൻ്റെ ആ മണ്ണിൻ്റെ ഇതുണ്ടാവും, വളങ്ങളുണ്ടാവും. ഇത് നമ്മൾ പോട്ടിലായിട്ടാണ് നമുക്ക് പോട്ടിൽ വെച്ച് പിടിപ്പിക്കാൻ പറ്റും. നമുക്ക് ചെറുതായിട്ടൊക്കെ മതിച്ചാൽ ഇങ്ങനെ പോട്ടിൽ വെച്ച് പിടിപ്പിക്കുക. ഇത് ക്രീപ്പറായിട്ട് നമുക്ക് കയറ്റി വിടാൻ പറ്റും. പിന്നെ ഒന്ന് ചെറുതായിട്ടൊക്കെ വെട്ടി നിർത്തുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ഫ്ലവർ കിട്ടും. വർഷത്തിൽ ഒരിക്കലാണ് ഇതിൽ ഫ്ലവർ കിട്ടുള്ളൂ. ഇതിൻ്റെ കെയറിങ്ങും ഭയങ്കര സിമ്പിളാണ്. ഇതിൽ അധികമൊന്നും അസുഖങ്ങളോ അങ്ങനെ ഈ ചെടികൾക്ക് ഇങ്ങനെ അങ്ങനെയുള്ളതൊന്നും ഇതിൽ വരില്ല. നല്ല കെയറിങ്ങൊക്കെ സിമ്പിളായിട്ടുള്ളതാണ് ഇതിൻ്റെ. ഇതിനിപ്പോൾ നമ്മൾ എന്താ പറയുക, വേറെ ചെടി പിടിപ്പിക്കാൻ ഇത് ഭയങ്കര എളുപ്പമാണ്. ഇതിൻ്റെ കട്ടിങ്സ് എടുത്ത് വെച്ച് വെറുതെ നട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ വേഗം പിടിച്ച് കിട്ടും. ഇതിന് റൂട്ടിംഗ് ഹോർമോണിൻ്റെ ഒന്നിൻ്റെ ആവശ്യമില്ല. സാധാരണ കുറച്ച് മണ്ണും മണലും ചാണകപ്പൊടിയൊക്കെ ഇട്ട് വെറുതെ ഒരു പോട്ടി മിക്സിലേക്ക് വെച്ച് കൊടുത്താൽ തന്നെ വേഗം വേര് പിടിച്ച് കിട്ടാറുണ്ട്. അങ്ങനെ നമുക്ക് പുതിയ പ്ലാന്റ്സൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതിൽ എപ്പോഴും ഫ്ലവർ ഇല്ലെങ്കിൽ ഇതിൻ്റെ ഇലകൾ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഒരു ഗ്രീനായിട്ട് ഇങ്ങനെ എപ്പോഴും നിൽക്കും ഇതിൽ നമ്മൾ ചെടി. ഇത് വർഷത്തിൽ 1-2 കുറച്ച് സമയത്താണ് ഇതിൽ പൂക്കുള്ളൂ. അത് കഴിഞ്ഞാൽ പൂക്കൾ അങ്ങനെ കിട്ടാറില്ല. മഞ്ഞ് വീണ സമയത്താണ് ഇത് വേഗം പൂക്കളൊക്കെ കിട്ടുന്നത്. പൂവുണ്ടാവുമ്പോൾ ഒരുപാട് ഒരു കൊല പോലെ ഒരു ബൊക്ക പോലെ നല്ല ഭംഗിയാണ് ഇതിൽ പൂവുണ്ടാവുന്നത്. ഞാൻ ഇതിന് റൂട്ടഡ് ആക്കിയിട്ട് കുറച്ച് പേർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർക്കൊക്കെ ഫ്ലവർ വന്നിട്ടുണ്ട്. ചിലർക്ക് ഫ്ലവർ വന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേഗം ഫ്ലവർ വരും. ഇപ്പം നമ്മളിപ്പോൾ ഒരു ജൂൺ ജൂലൈ മാസത്തിൽ നട്ടിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ ഈ ഡിസംബർ ആകുമ്പോൾ തന്നെ വേഗം ചെറിയ ചെടിയും കൂടി വേഗം ഫ്ലവർ വരാറുണ്ട്. ഇനി തീരെ ഫ്ലവർ കിട്ടാത്തവരാണെങ്കിൽ നമുക്ക് NPK 19 ഒക്കെ കൊടുക്കുക. കമ്പോസ്റ്റൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ മീൻകടിയോ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. അത് ഈ ഒക്ടോബർ നവംബർ മാസങ്ങൾ ചെയ്താലും മതി. ഇടയ്ക്കൊക്കെ ഒന്ന് വളം കൊടുക്കുകയൊക്കെ ചെയ്യുക. അതിന് ഒരു വളം കൊടുത്തിട്ടില്ല. പിന്നെ നമുക്ക് DAP ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ഇത്തിരി ഇട്ട് കൊടുക്കുക. ഒരു സ്പൂണ് ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായി ഫ്ലവർ കിട്ടും. ഫ്ലവർ കിട്ടാനൊക്കെ നല്ലതാണ് DAP ഒക്കെ. അതൊക്കെ നമുക്ക് കൊടുക്കുക.
അങ്ങനെ ചെയ്താൽ മതി. ഇത് ഒന്നും ചെയ്യാതെ തന്നെ ഫ്ലവർ വരും. നല്ലൊരു വെറൈറ്റിയാണ്. അങ്ങനെ പെട്ടെന്ന് മുട്ടും ഫ്ലവറും വരും. ഇത് നമുക്ക് വേഗം തന്നെ റൂട്ടഡ് ആക്കാനൊക്കെ പറ്റുന്നൊരു ചെടിയാണിത്. നല്ല നിറയെ ഇതിൽ പൂക്കളുണ്ട്. അത് ചുറ്റിലും ഉണ്ടായിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഇത് ആ സൈഡിലേക്കൊക്കെ നിൽക്കുകയാണ്. പോട്ടിൻ്റെ ചുറ്റുമായിട്ട് ഇതിങ്ങനെ വള്ളിയായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് നിൽക്കുകയാണ്. അപ്പം ഞാൻ വെട്ടിക്കൊടുത്തതിന് കാരണം കൊണ്ട് കുറച്ചായിട്ട് നിൽക്കുന്നുണ്ട്. അവിടെയൊക്കെ മുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ വിരിഞ്ഞ് വരും. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക.